വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു കലാരൂപമാണ് തെയ്യം. വിവിധ തരത്തിലുള്ള തെയ്യക്കോലങ്ങൾ ഇവിടുത്തെ കാവുകളിൽ കെട്ടിയാടാറുണ്ട്. ഭിക്ഷാടനം നടത്തുന്ന ഒരു തെയ്യക്കോലമുണ്ട്. അതാണ് ഭൈരവൻ തെയ്യം. ആരാണ് ഈ ഭൈരവൻ എന്നും ഭിക്ഷാടനം നടത്തുന്നതിന് പിന്നിലുള്ള ഐതിഹ്യ കഥ എന്തെന്നും ഒക്കെ അറിയാനും, കൂടെ കണ്ണൂർ ജില്ലയിലെ തന്നെ ഒരു കാവിൽ കെട്ടിയാടിയ ഭൈരവന്റെ തെയ്യക്കോലം കാണാനും ഒക്കെയായി ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. കോലത്തു നാട്ടിലെ അനുഷ്ഠാന കലാരൂപമാണ് തെയ്യം. കാവുകളിലും കോട്ടങ്ങളിലും തറവാട്ടുമുറ്റങ്ങളിലുമൊക്കെയായി തെയ്യക്കോലങ്ങൾ കെട്ടിയാടാറുണ്ട്. തുലാമാസം 10 മുതൽ ജൂൺ അവസാനം വരെയുമാണ് തെയ്യക്കാലം. മനുഷ്യൻ ദേവതാരൂപം ധരിച്ച് ഉറഞ്ഞു തുള്ളുകയും അതിലൂടെ ദേവതയെ പ്രീതിപ്പെടുത്തുകയും ചെയ്ത് തിരിച്ചു ദേവത സമൂഹത്തിന് ഐശ്വര്യവും സമാധാനവും നൽകുന്ന വിശ്വാസ പ്രക്രിയയാണ് ഈ തെയ്യം. അമ്മ ദൈവങ്ങൾ, മന്ത്രമൂർത്തികൾ, ഇതിഹാസ കഥാപാത്രങ്ങൾ, വനദേവതകൾ, നാഗകന്യകൾ, വീരന്മാർ, സമൂഹത്തിലെ തിന്മകൾക്കെതിരെ പൊരുതി വീര്യമൃത്യു വരിച്ചവർ, ഇവരെല്ലാം തെയ്യങ്ങളായി പ്രത്യക്ഷപ്പെടാറുണ്ട്. ഇതിൽ പ്രധാനിയാണ് ഭൈരവൻ തെയ്യം. ശിവസങ്കല്പത്തിലുള്ള ഭൈരവന്റെ പേരിലുള്ള ഒരു തെയ്യമാണിത്. ശൈവാംശഭൂതമായ ദൈവമാണ് ഭൈരവൻ. നായയാണ് ഭൈരവന്റെ വാഹനമായി കരുതപ്പെടുന്നത്. ഈ ഭൈരവനാണ് ഭൈരാവതി പഞ്ചമൂർത്തികളിൽ പ്രധാനി. ഈ ഭൈരവ തെയ്യത്തിന്റെ പിന്നിൽ ഒരു ഐതിഹ്യകഥയുണ്ട്. ക്ഷിപ്രപ്രസാദിയും ഉഗ്രമൂർത്തിയുമായ ശിവൻ ബ്രഹ്മാവിന്റെ ശിരസ്സറുത്ത് അതിന്റെ പാപം തീർക്കാനായി കാപാലവുമായി ഭിക്ഷക്കിറങ്ങിയ ശിവസങ്കല്പമാണ് ഈ ഭൈരവമൂർത്തിക്ക് പിന്നിലുള്ളത്. പാപമോക്ഷത്തിനായി ശിവൻ യാത്രയായപ്പോൾ കൂടെ കൂടിയ നായയാണ് ഭൈരവന്റെ വാഹനമായി ഇന്ന് കരുതപ്പെടുന്നത്. നമുക്ക് ആ കഥയറിയാം. ആദ്യം ദേവാദിദേവനായ മഹേശ്വരന്റെ വീരാട് സ്വരൂപം കണ്ടുവെന്ന് ഒരിക്കൽ ബ്രഹ്മാവ് കള്ളം പറയുകയുണ്ടായി. എന്നാൽ ഇതുവരെ ആരും ദർശിച്ചിട്ടില്ലാത്ത തന്റെ വിശ്വരൂപം ബ്രഹ്മാവ് കണ്ടുവെന്ന് പറഞ്ഞപ്പോൾ പരമേശ്വരന് അത് സഹിച്ചില്ല. ഇതിൽ കുപിതനായ കൈലാസനാഥൻ വിധാതാവിന്റെ 4 ശിരസുകളിൽ ഒന്ന് അടർത്തിയെടുത്ത് ദൂരേക്കെറിഞ്ഞു. എന്നാൽ അതിന് കിട്ടിയ ഫലമോ ബ്രഹ്മഹത്യാശാപം. 12,000 ശവവത്സരം കാപാലവുമേന്തി മനുഷ്യലോകത്ത് ഭിക്ഷയാചിക്കുക എന്നതായിരുന്നു ബ്രഹ്മദേവൻ രുദ്രനെ ശപിച്ചത്. ഇതിനെ തുടർന്ന് പൊയ്ക്കണ്ണും ധരിച്ച് ഭിക്ഷപാത്രമായ കാപ്പാലവുമേന്തി ശരണഗതി തേടി മാനുഷിക ലോകത്തിന്റെ മൺപാതകളിലൂടെ സഹസ്രാബ്ദങ്ങളോളം അലഞ്ഞു ഭൈരവരൂപിയായ മഹാദേവൻ. ഈ ഭിക്ഷാടക രൂപമാണ് ഭൈരവൻ തെയ്യമായി കെട്ടിയാടുന്നത്. ഈ തെയ്യക്കോലം കെട്ടുന്നത് മലയൻ സമുദായക്കാരാണ്.
നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടത് കണ്ണൂർ ജില്ലയിലെ തന്നെ ഒരു കാവിൽ കെട്ടിയാടിയ ഭൈരവന്റെ തെയ്യക്കോലമാണ്. ഇതുപോലെ മറ്റൊരു തെയ്യക്കോലവും അതിനു പിന്നിലുള്ള ഐതിഹ്യ കഥയും ഒക്കെയായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.